ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. എല്ലാവരും എന്തെടുക്കുക? ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ വെള്ളം കുടി ഇതൊക്കെയാണോ? ഭയങ്കര ചൂടല്ലേ അല്ലേ? ചൂടാകുമ്പോൾ പറയും എന്തൊരു ചൂടാണ്, മഴയായിരുന്നു നല്ലതെന്ന്. മഴയാകുമ്പം പറയും എന്തൊരു മഴയാണ്, വെയിലായിരുന്നു നല്ലത്. ഇതല്ലേ മനുഷ്യന്മാരുടെ സ്വഭാവം അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഉച്ചത്തെ ചോറൊക്കെ കഴിക്കാൻ എല്ലാം റെഡിയാക്കിയോ? ജോലിക്കാരെല്ലാം ജോലിക്ക് പോയോ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നത്, ഇന്ന് നമുക്കൊരു ഒരു ഇതുണ്ടാക്കിയാലോ, ഒരു സാധനം ഉണ്ടാക്കിയാലോ, രണ്ടാറ് സാധനം ഉണ്ടാക്കി കഴിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കൊണ്ടുപോകാം, നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാം. അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന പൈനാപ്പിൾ വെച്ചിട്ടാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പേരായിരം പോയപ്പോൾ ഒരു പൈനാപ്പിൾ മേടിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പം ഞാൻ ഇത് തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൈനാപ്പിളിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് ഉള്ളി, വെളുത്തുള്ളി പീരി എല്ലാം കളഞ്ഞെടുത്തത്, 3 വത്തലമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ മല്ലിച്ചപ്പ് നമ്മളുടെ ഇവിടെ ഉള്ളതാണ്, നമ്മൾ നട്ടേക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ചോപ്പർ കൂട്ടൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ ചോപ്പർ കൂട്ടൻ പരിപാടി തുടങ്ങണം. പൊടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇതെടുക്കാം കേട്ടോ. എല്ലാം വടിച്ച് കോരി എടുക്കുക. അങ്ങനെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടു. കുറച്ച് തക്കാളി ടൊമാറ്റോ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ. ടൊമാറ്റോ ടോസ് ഒഴിക്കുന്ന ചെറിയൊരു മധുരം കിട്ടാനാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, വലിയ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയെ, നല്ലൊരു കളറ് കിട്ടുള്ളൂ. പിന്നെ കുഞ്ഞ് സ്പൂണായതുകൊണ്ടാണ് കേട്ടോ അത്ര ഇട്ടേ. ഇതിലൊരു സ്പൂൺ ഇട്ടാൽ മതിയോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും, നല്ല സ്മെല്ലാണ്. ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ, ശരിക്കും അങ്ങോട്ട് ഇളക്കാം. എന്താ ഭംഗി എന്നറിയാം, ആ സ്മെല്ലൊക്കെ വരുന്നതാണ് നല്ല ഇത്. അപ്പം നോക്കിക്കേ, നമ്മുടെ അടിപൊളി സാധനമാക്കിയില്ലേ. അപ്പം എല്ലാവരും പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗി. അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. ഭംഗി മാത്രം പോരല്ലോ, കഴിച്ച് നോക്കണ്ടേ, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ.
എന്താ ടേസ്റ്റ്, സൂപ്പർ, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. മധുരമുണ്ട്, എരിവുമുണ്ട്, പുളിയുമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഈ ചൂടത്തൊക്കെ നല്ല അതാണ്. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ മേടിച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ട് എന്നോട് കമൻറ്റിൽ വിടണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന്, നല്ലതാണോ, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കണേ. എന്നെ മെസ്സേജ് വിടുക എന്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുതേ, ഉണ്ടാക്കി കഴിക്കണേ. കഴിച്ചിട്ട് പറയുക. അപ്പം ബായ്. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.